നമസ്കാരം. ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കേവർക്കും ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. കടയ്ക്കലിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു നിറസാന്നിധ്യമായിരിക്കുന്ന ഈട്ടിമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോൾ കടയ്ക്കലിൽ അവരുടെ ആദ്യകാല മെമ്പർ ആയിരുന്ന ശ്രീ അനീഷിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ കടയ്ക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യ ഭക്ഷണം നൽകുന്നതിൻ്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മാറിക്കൊടുക്കാം. കടയ്ക്കലിൻ്റെ സാംസ്കാരിക രംഗത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ് ഈട്ടിമുട്ടിൽ പ്രദേശ് ചാരിറ്റബിൾ ട്രസ്റ്റ്. കടയ്ക്കലിൻ്റെ സാമൂഹിക രംഗത്ത്, കടയ്ക്കലിൻ്റെ സാംസ്കാരിക രംഗത്ത് ഒരു നിറസാന്നിധ്യമാണ് ഈട്ടിമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അവരുടെ ആദ്യകാല മെമ്പറായിരുന്ന ശ്രീ അനീഷ് കടയ്ക്കലിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് മാർച്ച് 26. ആ ഓർമ്മ ദിവസത്തിൽ കടയ്ക്കലിലെ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് ശശിയുടെ പ്രേക്ഷകർക്കായി ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത്. മോനെ എന്നാ അവന്റെ കൂടെ സലാഡ് ചോപ്പ് മാത്രമേ കാണാവുള്ളൂ കേട്ടോ. എല്ലാവരും വന്ന് ഒരു ഇത് കുടിക്കും. ചോറ് കൊടുത്തു പിന്നെ 30 വന്നാൽ ചോറ് കറിയുള്ള അത് കൂടണോ? ചോറ് ഈ കാണുന്നതല്ലേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. കടയ്ക്കൽ ഈട്ടിമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അവരുടെ ആദ്യകാല മെമ്പറായിരിക്കുകയും ഈട്ടിമുട്ടിൽ പ്രദേശത്തിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്ന ശ്രീ കടയ്ക്കൽ അനീഷിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കടയ്ക്കലിലെ താലൂക്ക് ഹോസ്പിറ്റലിൽ, കടയ്ക്കൽ താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ രോഗികൾക്കും അതുപോലെ കുട്ടികൾക്കും
സൗജന്യ ഭക്ഷണം നൽകുന്നതിൻ്റെ തത്സമയ ദൃശ്യമാണ് ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. ജനോ കയറ്റി കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും അതോടൊപ്പം ഏറ്റുമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സംഘാടകനുമായ ശ്രീ ബഹുമാന്യനായ ശ്രീ RS വിജു തത്സമയം ഈ സംരക്ഷണത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. ഈ ഇന്നത്തെ ഈ പരിപാടിയെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ ഏറ്റുമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോഴാണ് നമ്മൾ ചാരിറ്റബിൾ ട്രസ്റ്റായി മാറിയത്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കടക്കൽ ടൗണിനോട് ചേർന്നുള്ള ഈട്ടിയിലെ കൂടിയിരുന്ന നമ്മളെല്ലാം ഒരുമിച്ച് കൂടിയാണ് ഈട്ടിമൂട്ടിൽ ബ്രദേഴ്സ് എന്നൊരു സംഘടനയുണ്ടായത്. ആ സംഘടന ഉണ്ടാകുമ്പോൾ തന്നെ നമ്മുടെ ഈ പ്രിയമുള്ള അനീഷിൻ്റെ വീടുമായി കേന്ദ്രീകരിച്ചാണ് നമ്മളെല്ലാം പൂർണ്ണമായും സഹകരിച്ചത്. അനീഷിൻ്റെ മമ്മിയും പപ്പയും എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. അങ്ങനെയുള്ള നമ്മുടെ സഹോദരനാണ് കഴിഞ്ഞ വർഷം പെട്ടെന്നുണ്ടായ അസുഖം മൂലം നമ്മെ വിട്ടു. അനീഷിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഴുവനങ്ങൾക്ക് നമ്മുടെ 45 പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഏറ്റുമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിനകത്ത് ഏകദേശം 25ഓളം പേര് ഗൾഫ് നാടുകളിലാണ്. ഇപ്പം ഈ പെരുന്നാളും തിരുവാതിരയായിട്ട് ബന്ധപ്പെട്ട് ഫ്രീ ആയിട്ട് പേര് ഇവിടെ നിൽക്കും. ബാക്കി എന്നാലും 10-25 പേര് ഇപ്പോഴും ഗൾഫിൽ തന്നെയായിട്ട് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സംഘടന. അത് ജീവകാരുണ്യ പ്രവർത്തനമായിരുന്നാലും നമ്മുടെ ഈ താലൂക്ക് ഹോസ്പിറ്റൽ സംബന്ധമായിട്ടുള്ള പൊതുവികസനത്തിനെല്ലാം ഹോസ്പിറ്റലിൽ നിന്ന് പറയുന്നതനുസരിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ, നാട്ടിലെല്ലാം അറിയപ്പെടുന്ന ചില ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ സഹായമായിട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും നമ്മുടെ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അസുഖം വന്നിരുന്നാലും മറ്റ് വീട് സംബന്ധമായി വരുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ 45 പേരുടെയും പൂർണ്ണമായ സഹായ സഹകരണങ്ങൾ ഈ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു മനസ്സോടു കൂടി ഇതിനകത്ത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരൊക്കെ ഉണ്ട്, വ്യത്യസ്ത ജാതിമതത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റുമുട്ടൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കളഞ്ഞിട്ട് എല്ലാവരും ഒരു മനസ്സോടു കൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്ന സംഘടനയാണ്. അപ്പോൾ ആ സംഘടനയുടെ ഒരു തീരാ നഷ്ടമാണ് അനീഷിൻ്റെ വേർപാട്. അനീഷിൻ്റെ വേർപാട് ഞങ്ങളെ ഓരോരുത്തരെയും കഴിഞ്ഞ ഒരു വർഷം അതിൻ്റെ ദുഃഖം ഞങ്ങളെ ഒരു കണക്കിന് പറഞ്ഞാൽ മാസങ്ങളോളം ഞങ്ങളെ ദുഃഖത്തിലാക്കിയതും എല്ലാവരും ആവിട്ട് കരഞ്ഞുപോയതുമായ സംഭവമാണ് അനീഷിൻ്റെ വേർപാട്. കാരണം നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും 100% ആത്മാർത്ഥതയോടുകൂടി നിന്നിട്ടുള്ള വ്യക്തിയാണ് അനീഷ്. അനീഷിൻ്റെ 1ാം ചരമവാർഷികമാണ് നടക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ നമ്മുടെ ഒരു സഹോദരൻ ഇന്ന് ഈ പരിപാടി നടക്കുന്ന കാരണത്താൽ ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റിൽ ഇവിടെ എത്തിയത്, സുബി. അപ്പം അങ്ങനെയുള്ള അതിനോട് താല്പര്യമുള്ളവരാണ് ഈ ബാക്കിയുള്ള മുഴുവൻ പേരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിയിരിപ്പുകാർക്കുമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം കടക്കൽ ടൗണിൽ നമ്മുടെ ഏറ്റുമുട്ടൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസിന് മുന്നിൽ അതിവിപുലമായ രൂപത്തിലുള്ള നോമ്പുതുറ സംഘടിപ്പിച്ചു. അത് വൈകുന്നേരം 6:30-ക്കാണ് നടക്കുന്നത്. അപ്പോൾ അതിലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പൂർണ്ണമായ സഹായവും സഹകരണവും ലഭിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
ഇട്ടിമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ പ്രഥമ സംഘാടകൻ ആയിരുന്ന ശ്രീ അനീഷിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണ വിതരണം നടക്കുന്ന ഒരു തത്സമയ ദൃശ്യമാണ്. അതേക്കുറിച്ച് നമ്മളിപ്പോൾ വിശദീകരിച്ചത് കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും ഇട്ടിമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുഖ്യ സംഘാടകനുമായ ശ്രീ RS ജോറുകളാണ്. ഇന്ന് വൈകിട്ട് 6:36 ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈട്ടുമുട്ടിൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസിൽ നോമ്പുതുറ ഉണ്ടായിരിക്കുന്നതാണ്. വൈകിട്ട് 6:36 നോമ്പുതുറ ആരംഭിക്കുന്നത്. നല്ല ഒരു പരുവത്തിന് കൊണ്ടുപോകും. അനു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ട്രസ്റ്റാണ് ഈട്ടുമുട്ടിൽ പ്രദേശ്. സമൂഹത്തിൽ നടക്കുന്ന ഏത് വിഷയങ്ങളിലും അവരുടെ സഹായം ആവശ്യം എന്നൊന്ന് കണ്ടാൽ ആ സമയം ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിന്ന് ഒരു പ്രദേശത്തിൻ്റെ ഏതൊരാവശ്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ഒരു വലിയ മനസ്സുള്ള ഒരു 45 പേരോളം അടങ്ങുന്ന ഒരു സംഘടനയാണ് കടയ്ക്കൽ ഈട്ടുമുട്ടിൽ പ്രദേശ് ചാരിറ്റബിൾ ട്രസ്റ്റ്. നിരവധി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഇന്നിപ്പോൾ ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന ഏറ്റവും പ്രമുഖനായിരുന്നു ശ്രീ കടയ്ക്കൽ അനീഷ് എന്നുള്ള കാര്യത്തിൽ സംശയിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അനീഷിൻ്റെ ഓർമ്മ ദിവസം. അവർക്ക് തീരാനഷ്ടമാണ്. ഈട്ടുമുട്ടിൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാനഷ്ടമാണ് ശ്രീ അനീഷിൻ്റെ വേർപാട്. അതുകൊണ്ട് തന്നെയാണ് ആ വേർപാട് ദിവസം അവർ ഇവിടെ ഇങ്ങനെ നിർദ്ധരായ രോഗികൾക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഭാവന സ്മരണയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ സൗജന്യമായി ഇന്ന് ഭക്ഷണ വിതരണം നടത്തുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഉള്ളത് നമ്മളൊരു ഒരു പ്രാത്യേകത കേട്ടാ സന്തോഷമായിട്ട് സാറങ്ങ് വന്നാൽ കടയിൽ വന്നാൽ അത് ശരി കൊള്ളാം. അവനല്ലേ ഡീസന്റ്. പുളിശ്ശേരി ആർക്കെങ്കിലും വേണേ പറയണേ. പുളിശ്ശേരി കടയിൽ കയറി ഞാൻ നവാസിനാണ് പുളിശ്ശേരിയാണോ? ഓ ആ പുളിശ്ശേരി തണുപ്പാണ്. ആവശ്യം ഉണ്ടെങ്കിൽ പുളിശ്ശേരി വണ്ടി കിട്ടിയ
കടയ്ക്കൽ ഈട്ടിമുട്ട് ബ്രദേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീ അനീഷിൻ്റെ ഓർമ്മ ദിവസമായ ഇന്നത്തെ ദിവസം കടയ്ക്കൽ ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് അതോടൊപ്പം കുട്ടിരിപ്പുകാർക്കും അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നിങ്ങൾ തത്സമയം എത്തിച്ചത്. ഇതിൻ്റെ തത്സമയ സംരക്ഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. ഇതിന് മറിക്കുന്നു. എന്നെ